തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, തിമത്തി ഡോളൻ ഇപ്പോഴത്തെ ന്യൂയോർക്കിൻ്റെ ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കാര്യം ഓർത്തു പോകുന്നു. തിമത്തി ഡോളൻ ഒരു യുവ വൈദികനായിരുന്നപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഇടവകയിൽ ഒരു കുഞ്ഞ് ഒരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി. അന്നേരം യുവ വൈദികനായ തിമത്തി ഡോളൻ ഈ കുഞ്ഞിനെ കാണാനും കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനുമായി ആ ആശുപത്രിയിലേക്ക് കടന്നു ചെന്നു. കുറേ നേരം ആ മാതാപിതാക്കളുടെ കൂടി ഇരുന്ന് സമയം ചെലവഴിച്ച് അന്നേരം വൈകുന്നേരം 5 മണി സമയമായി. അച്ഛൻ എണീറ്റിട്ട് ആ അപ്പച്ചനോടും അമ്മയോടും പറഞ്ഞു, എനിക്ക് പള്ളിയിലേക്ക് തിരിച്ചു പോകണം, വൈകുന്നേരം 6 മണിക്ക് കുർബാനയുണ്ട്. അച്ഛൻ കുർബാനയ്ക്കായിട്ട് എണീറ്റ് പോകാൻ ഒരുങ്ങിയപ്പോൾ ആ അമ്മ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇന്ന് ദിവ്യബലി അർപ്പിക്കുമ്പോൾ എൻ്റെ ഈ കുഞ്ഞിനെ ആ പീലാസയിൽ എടുത്തു വെക്കണേ. അച്ഛൻ ആ പീലാസ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ എൻ്റെ ഈ കുഞ്ഞിനെയും ആ പീലാസയ്ക്കൊപ്പം കർത്താവിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവ്യബലിയിലും നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെയല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമെല്ലാം ആ കാസയ്ക്കും പീലാസയ്ക്കുമൊപ്പം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ അർപ്പിക്കുന്ന ബലി, ആ ബലിയുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും കടാക്ഷവും കടന്നു വരും. നമുക്കറിയാം, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ അർപ്പിക്കുന്ന ആ അപ്പവും വീഞ്ഞും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈശോയുടെ തിരുശരീരങ്ങളായി മാറും. ആ അപ്പത്തിനും വീഞ്ഞിനുമൊപ്പം നമ്മളെ തന്നെ അർപ്പിച്ചാൽ നമ്മളിലേക്കും ദൈവത്തിൻ്റെ കൃപയും കടാക്ഷവും കടന്നു വരും. ഓരോ വിശുദ്ധ ബലിയിൽ നമ്മൾ കാണാറുണ്ട്, വൈദികൻ ആ കാസയിലെ വീഞ്ഞിലേക്കും ഒരു തുള്ളി വെള്ളം ഒഴിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിച്ചേർക്കുന്ന ഒരു സിംബോളിക് ആക്ഷനാണത്. അത് സിംബോളിക്കായിട്ട് വൈദികൻ അൾത്താരയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും, ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ വിശ്വാസ ബോധ്യത്തിൽ ഈശോയെ, ഇതാ ഞാനും എന്നെ ഈ അൾത്താരയിൽ അർപ്പിക്കുന്നു എന്ന് പറയാൻ സാധിക്കട്ടെ. അങ്ങനെ നമുക്ക് ഒരു യാഗബലിയായിട്ട് ഈശോയ്ക്കൊപ്പം കർത്താവിൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കാൻ സാധിക്കട്ടെ. ഓരോ ദിവ്യബലിയും ഒരു പുത്തൻ അനുഭവമായി തീരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം.